ഇതാണ് പാരീസ് നഗരത്തിൻ്റെ പ്രതീകമായ ആർച്ച് ഓഫ് ട്രയംഫ്. 1806 മൊണാർക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് പണിതതാണ് ഇത് ഒരു യുദ്ധസ്മാരകമാണ്. ഇതിൻ്റെ അടിയിൽ സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ച വീരയോദ്ധാക്കളുടെ ശവകുടീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നു. ഫ്രാൻസ് ജനതയ്ക്ക് ഇന്നും പ്രിയങ്കരനായിട്ടുള്ള മൊണാർക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകമെമ്പാടുമുള്ള സൈനികർക്ക് വീരശൂര പരാക്രമത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. തൻ്റെ 45-ാമത്തെ വയസ്സിൽ വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ട നെപ്പോളിയൻ പിന്നീട് വിജനമായ ഒരു ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് അദ്ദേഹം ക്യാൻസർ അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായി. പിന്നീട് 51-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഫ്രാൻസ് ഇന്നും ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനുള്ള കാരണം അവരുടെ പ്രിയങ്കരനായ ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയാണ് എന്ന് ഇന്നും ഫ്രാൻസ് ജനത വിശ്വസിക്കുന്നു. അത്രമേലെ അവർക്ക് ഫ്രഞ്ച് ജനതയ്ക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് പ്രിയങ്കരനും ആരാധ്യനുമാണ്.